എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 6th സെമസ്റ്റർ പേപ്പറായ ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസ് ആണ്. 5th സെമ്മിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നൊരു ഓപ്പൺ കോഴ്സ് പേപ്പർ ഉണ്ടായിരുന്നു. അത് പഠിച്ചവരാണെങ്കിൽ അവർക്കിനി ആദ്യത്തെ 3 മൊഡ്യൂൾസ് ഇനി ജസ്റ്റ് റിവിഷൻ ചെയ്യാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളിൽ ഭൂരിഭാഗം പേരും പല പല ഓഫീസുകളിൽ വർക്ക് ചെയ്യാൻ പോകാൻ ഉള്ള ആളുകളാണ്. അവിടെ നിങ്ങൾക്ക് വർക്കുകൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിനും ഓർഗനൈസ് ചെയ്യുന്നതിനുമൊക്കെ ആവശ്യമായ കുറച്ച് നല്ല സോഫ്റ്റ്വെയർസ് ആണ് ഈ പേപ്പറിൽ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. അതായത് ഓഫീസിലെ വർക്കുകൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നതിനും നല്ല രീതിയിൽ നടത്തുന്നതിനും ആവശ്യമായ ടൂൾസുകളാണെന്ത് ഈ പേപ്പറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓഫീസിലെ കാര്യങ്ങളെ കൂടാതെ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ടുള്ള ബയോഡാറ്റ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ പോസ്റ്റർ ഉണ്ടാക്കുന്നതിനും ജേണൽസ് എഴുതുന്നതിനും അതുപോലെ ബിസിനസ്സിന് ആവശ്യമായ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതിനും പ്രൈസ് കമ്പയർ ചെയ്യുന്നതിനും ഗ്രാഫ് വരയ്ക്കുന്നതിനും ഓഡിയൻസിന് മുമ്പിൽ എന്തെങ്കിലും സെമിനാറോ അല്ലെ കണ്ടൻറ്റുകളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതിനൊക്കെ ഈ സോഫ്റ്റ്വെയർ ടൂൾസൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഡയറക്റ്റായിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് ടൂൾസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ബേസിക്സ് ആയ 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് സോഫ്റ്റ്വെയർ എന്ന്, സോഫ്റ്റ്വെയർ എന്താണെന്നൊക്കെ 5th സെമ്മിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന പേപ്പറിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഹാർഡ്വെയറിനെ പ്രവർത്തനം സജ്ജമാക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറിനെ തന്നെ നമുക്ക് ബേസിക്കലി 2 കാറ്റഗറി ആക്കി തിരിക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും. ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ ആവശ്യമായ മെയിൻ സോഫ്റ്റ്വെയറിനാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുക. എക്സാമ്പിൾ ആണെന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ, അതായത് വിൻഡോസ്, ലിനക്സ്, മാക്ക് പോലത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ത് സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണെന്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾസ് ആണെന്ത് വേഡ്, എക്സൽ, പവർ പോയിന്റ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ 3 മൊഡ്യൂൾസ് എന്തൊക്കെയാണ്? വേഡ്, എക്സൽ, പവർ പോയിന്റ് ആണ്. അവയൊക്കെ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് കവർ ചെയ്യാനുള്ളത് മൈക്രോസോഫ്റ്റ് വേഡ് എന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളാണ്. ജോലികൾക്ക് ആവശ്യമായ ബയോഡാറ്റ ഉണ്ടാക്കുന്നതിനും പ്രൊജക്റ്റ് ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനും ജേണൽ ടൈപ്പ് ചെയ്യുന്നതിനും പിന്നെ ബൾക്കായിട്ട് മെയിൽ ചെയ്യുന്നതിനും ലെറ്റേഴ്സ്, എൻവലപ്സ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേഡ് പഠിക്കുന്നത് വഴി നമുക്ക് കഴിയുന്നതാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. ഡാറ്റ എൻട്രി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബിസിനസ് ഡാറ്റയുടെ കളക്ഷൻ, വേരിഫിക്കേഷൻ, പിന്നെന്താണ് അക്കൗണ്ടിങ് ആൻഡ് ബഡ്ജറ്റിങ്, ഡാറ്റ അനാലിസിസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് MS എക്സൽ പഠിക്കുന്ന വഴി കഴിയുന്നതാണ്. തേർഡ് മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത് MS പവർ പോയിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓഡിയൻസിൻ്റെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കുന്നതിനും ആ പ്രസൻറ്റേഷനിലേക്ക് ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ, ഗ്രാഫിക്സ് തുടങ്ങിയവ ആഡ് ചെയ്യുന്നതിനും ട്രാൻസിഷൻ, ആനിമേഷൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിനും MS പവർ പോയിന്റ് പഠിക്കുന്ന വഴി നമുക്ക് കഴിയുന്നതാണ്. ഫോർത്ത് മൊഡ്യൂളിൽ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻ്റർനെറ്റ്, അതിൻ്റെ ഹിസ്റ്ററി, പ്രോട്ടോകോൾസ്, ക്ലയൻറ്റ് സെർവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. 5th മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ്, അതായത് റൂൾസ്, DNS, TLD, IP അഡ്രസ്സ്, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ആപ്ലിക്കേഷൻസ് തുടങ്ങിയവയാണ് നമുക്ക് നോക്കാനുള്ളത്.